ഇന്ന് എടുക്കാൻ പോകുന്നത് നെഗറ്റീവ് കണ്ടിന്യൂസ് സെൻറ്റൻസസ് ആണ്. നെഗറ്റീവ് കണ്ടിന്യൂസ് സെൻറ്റൻസസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ വരും എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് പറയുന്നത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ഫോമും വരണം. ഓക്കെ, വെർബ് പ്ലസ് ING ഫോം വരണം കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ. അതായത് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ നെഗറ്റീവ് കണ്ടിന്യൂസ് സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കേസസ് കൊടുത്തിട്ടുണ്ട്. ഐ ആം നോട്ട് വെർബ് പ്ലസ് ING നൗ. അതായത് ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്തു എന്നുള്ളത് ചെയ്തില്ല എന്ന് പറയണം നിങ്ങൾ. ഞാനിപ്പോൾ ക്വസ്റ്റ്യനിൽ ചെയ്തു എന്ന് പറയും. ആൻസർ വരുമ്പം നോട്ട് എന്ന് വരണം. അതാണ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഒക്കെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നെഗറ്റീവായിട്ട് ആൻസർ പറയണം. ആ ഒരു കേസ് ആലോചിച്ചാൽ മതി. അതായത് ഈ നോട്ട് എങ്ങനെയാണ് വരിക? ഈസ്, ഐ എം, ആർ എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ വേർഡ്സിൻ്റെ ശേഷം ആയിട്ട് വരണം. ഐ ആം നോട്ട് എന്നുള്ള കേസ്, ഹി ഓർ ഷീ, ഇറ്റ് ഈസ് എന്നുള്ള കേസിൻ്റെ കഴിഞ്ഞിട്ട് നോട്ട് വരണം. യു, വൈ, ദേ, ആർ കഴിഞ്ഞിട്ട് നോട്ട് വരണം. പിന്നെയാണ് വെർബ് പ്ലസ് ING ഫോം വരേണ്ടത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ടൈം വേർഡ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ വരുന്നത്? കറൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഏത് സെൻറ്റൻസ് ആണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തത്? ഹി ഈസ് നോട്ട് വാച്ചിങ് TV എന്നാണ് ഓപ്ഷൻ ഉണ്ട്. ഹി ആർ നോട്ട് വാച്ചിങ് TV എന്നാണ് ഓപ്ഷനുണ്ട്. ഹി ആർ എന്ന് പറഞ്ഞാൽ നോട്ട് എന്നൊക്കെ പറയാം നമ്മൾ. ഇല്ല, എന്താ പറയാം? ഹി ഈസ് നോട്ട് വാച്ചിങ് TV എന്നാണ് പറയാം. സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യൂ. ഐ ഡാഷ് സ്റ്റഡിങ് റൈറ്റ് നൗ. ഐ ആം നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ബി ഓപ്ഷൻ നോട്ട് എന്നും കൊടുത്തിട്ടുണ്ട്. ഐ ആം നോട്ട് എന്നാണ് വരിക. ഐ ആം നോട്ട് സ്റ്റഡിങ് റൈറ്റ് നൗ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്നതിൻ്റെ ശരിയായ നെഗറ്റീവ് ഫോം എന്താണ് ചോദിച്ചാൽ കേട്ടോ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് പറയണം? നോട്ട് വെച്ച് പറയണം, നെഗറ്റീവായിട്ട് പറയണം. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പം നോട്ട് വരണം. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. അവർ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇല്ല എന്ന് വന്നു, നെഗറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ നെഗറ്റീവായിട്ട് പറയും? ദേ ആർ നോട്ട് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ് നൗ. കുട്ടികൾ പുറത്ത് കളിക്കുന്നില്ല. ദ ചിൽഡ്രൻ ആർ നോട്ട് പ്ലേയിങ് ഔട്ട്സൈഡ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് അറ്റ് പ്രസൻറ്റ്. ഞാൻ ഇന്ന് രാത്രി പുറത്ത് പോകുന്നില്ല. അതിങ്ങനെ നെഗറ്റീവിൽ പറയും. ഐ ആം നോട്ട് ഗോയിങ് ഔട്ട് ടു നൈറ്റ്. ഞങ്ങൾ ഇപ്പോൾ മീറ്റ് സെർവ് ചെയ്യുന്നില്ല. വി ആർ നോട്ട് സെർവിങ് മീറ്റ് കറൻ്റ്ലി. അവൾ ഫോണിൽ സംസാരിക്കുന്നില്ല. ഷീ ഈസ് നോട്ട് ടോക്കിംഗ് ഓൺ ദ ഫോൺ. അവൾ ഇപ്പോൾ TV കാണുന്നില്ല. ഷീ ഈസ് നോട്ട് വാച്ചിങ് TV അറ്റ് പ്രസൻറ്റ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഐ ആം നോട്ട് വർക്കിംഗ് അറ്റ് പ്രസൻറ്റ്. കുഞ്ഞ് ഇപ്പോൾ ഉറങ്ങുന്നില്ല. ദ ബേബി ഈസ് നോട്ട് സ്ലീപ്പിംഗ് അറ്റ് പ്രസൻറ്റ്. എൻ്റെ ഫാദർ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നില്ല. മൈ ഫാദർ ഈസ് നോട്ട് ഡ്രൈവിംഗ് അറ്റ് പ്രസൻറ്റ്. കണ്ടോ, നോട്ട് എന്ന് വരുന്നുണ്ടോ? ക്വസ്റ്റ്യനിലും നെഗറ്റീവ് ഉണ്ട്, ആൻസറിലും നമ്മൾ നെഗറ്റീവായിട്ട് പറയണം. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നതാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. പ്രിയ ലൗഡായി പാടുന്നില്ല. പ്രിയ ഈസ് നോട്ട് സിംഗിങ് ലൗഡ്ലി. ഞാൻ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നില്ല. ഐ ആം നോട്ട് ഓഫറിങ് ഡിസ്കൗണ്ട്. പിന്നെ ആ സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് തന്നെയാണ് സംഭവം. വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഐ ആം പ്ലേയിങ് മ്യൂസിക് നൗ? ഐ ആം നോട്ട് പ്ലേയിങ് മ്യൂസിക് നൗ. ഐ ആം പ്ലേയിങ് മ്യൂസിക് എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മളെങ്ങനെ നെഗറ്റീവിലേക്ക് പറയണം? ഐ ആം നോട്ട് പ്ലേയിങ് മ്യൂസിക് നൗ. വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഹീ ഈസ് ലിസ്ണിംഗ് ടു മ്യൂസിക്? ഹീ ഈസ് നോട്ട് ലിസ്ണിംഗ് ടു മ്യൂസിക്. വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് വി ആർ പ്രാക്ടീസിങ് കറൻ്റ്ലി? ഇതിൽ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വി ആർ പ്രാക്ടീസിങ് കറൻ്റ്ലി എന്നാണ് പറയുന്നത്. നമ്മളെങ്ങനെ നെഗറ്റീവായിട്ട് പറയും? വി ആർ നോട്ട് പ്രാക്ടീസിങ് കറൻ്റ്ലി. വി ആർ നോട്ട് പ്രാക്ടീസിങ് കറൻ്റ്ലി.
വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് പ്രിയ ഈസ് കുക്കിംഗ് അറ്റ് ദ പ്രസൻറ്റ്? പ്രിയ ഈസ് നോട്ട് കുക്കിംഗ് അറ്റ് പ്രസൻറ്റ്. വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഹീ ഈസ് സ്ലീപ്പിംഗ് റൈറ്റ് നൗ? ഹീ ഈസ് നോട്ട് sleeping right now. What is the negative of kids are playing cricket? Kids are not playing cricket. What is the negative of she is singing loudly? She is not singing loudly. What is the negative of I am working at the hotel? I am not working at the hotel. What is the negative of we are going out tonight? We are not going out tonight. എന്ന് വരും. അതായത് ഈ നോട്ട് കഴിഞ്ഞിട്ടാണ് ING ഫോം വരേണ്ടത്, വെർബും ING ഫോമും കൂടി വരേണ്ടത്. നോട്ടിന് മുന്നെയാണ് വി, ഐ, ദേ, ഷീ എന്നൊക്കെ പറയുന്നത് വരേണ്ടത്, ഐ എന്നൊക്കെ വരേണ്ടത്. വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഐ ആം ട്രാവലിംഗ് ദിസ് വീക്ക്? ക്വസ്റ്റ്യനിൽ എന്താണെന്ന് ചോദിച്ചാൽ ഐ ആം ട്രാവലിംഗ് ദിസ് വീക്ക്, ഞാൻ ഈ വീക്ക് ഈ ആഴ്ച ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ആൻസറിൽ എങ്ങനെ പറയണം? നോട്ട് വെച്ച് പറയണം, അതായത് നെഗറ്റീവായിട്ട് പറയണം. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുക എന്നുള്ള ആലോചിച്ചാൽ മതി. അപ്പോൾ ഐ ആം ട്രാവലിംഗ് ദിസ് വീക്ക്, അതിൻ്റെ നെഗറ്റീവ് ഫോം എന്താ? ഐ ആം നോട്ട് ട്രാവലിംഗ് ദിസ് വീക്ക്. ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? നെഗറ്റീവ് കണ്ടിന്യൂസ് സെൻറ്റൻസ് എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാമെന്ന് മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ.